ജിഹാദ് ആയില്ല, സാറ് രക്ഷിച്ചു. ഞാൻ രക്ഷിച്ചോ? ഒരു മിനിറ്റ്, ഒന്ന് കൈയടിച്ചത്. ശരിക്കും രക്ഷപ്പെട്ടാ? അങ്ങനെയല്ല, ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു. ആ, അപ്പൊ ഞാൻ 2023 കേട്ടോ അത്. ഒരു മിനിറ്റ്, ഒന്ന് കണക്കൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. 2023 നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ഒരു മുസ്ലിം പയ്യനായിട്ട്. പക്ഷെ സാർ ആ സമയത്ത് ചാനൽ ഇത്ര പോപ്പുലർ ആയിട്ടില്ല തോന്നുന്നു, എനിക്കറിയില്ല. അപ്പൊ ഞങ്ങള് ഭയങ്കര കമ്പനി, എന്നോട് വീട്ടാണ് വന്നിട്ട് ഇഷ്ടമാണോ പറഞ്ഞത്. അപ്പൊ ഞാൻ ആ സമയത്ത് കുറച്ച് എത്തിസ്റ്റ് ആണ്, പിന്നെ കമ്മ്യൂണിസ്റ്റ് ആണ്. നല്ല കോമ്പിനേഷൻ. താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞു പറ്റില്ലാന്ന്, കാരണം എന്റെ അച്ഛൻ ഭയങ്കര BJP. അച്ഛൻ BJP. ലവ് ജിഹാദ് എങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അച്ഛൻ പോയി തൂങ്ങി ചത്താ മതിയായിരുന്നു. അച്ഛൻ BJP അതിനെ കൊണ്ട് ഇടയ്ക്ക് വീട്ടില് ഇപ്പൊ ആരും സാറ് പറയുന്ന പോലത്തെ സംസാരം ഉണ്ടാവാറുണ്ട് വീട്ടില്. ഞാനിങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയ സമയത്ത് ഞാൻ ആ പാർട്ടീനോടാണ് ഇഷ്ടം എന്ന് കണ്ടപ്പോ അച്ഛൻ ഇടയ്ക്ക് പറയായിരുന്നു, അങ്ങനെ സ്വന്തം മതത്തിൽ നമുക്ക് ഇങ്ങനെ വിശ്വാസം ഇടണമെങ്കിൽ അവരെ പിടിച്ച് മതം മാറ്റി കളയുന്ന ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പൊ നമ്മളാണെങ്കിൽ ഭയങ്കര ഇഷ്ടം, നമ്മൾ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഈ മതം മണ്ടത്തരാണെങ്കിൽ ആ മതം മണ്ടത്തരാണ്, എല്ലാ മതം മണ്ടത്തരാണ്, അതുകൊണ്ടാണ് നമ്മൾ എത്തിസ്റ്റ് ആയതെന്ന് പറഞ്ഞ അച്ഛനോട് ഞാൻ വാദിക്കും. അങ്ങനെയായിരുന്നു. എന്നിട്ട് ഇവൻ വന്നിട്ട് എന്നോട് ഇഷ്ടപ്പെടുന്നു. ഇവൻ ഭയങ്കര ദീനിയായ പയ്യനാണ്, ഭയങ്കര ദീനിയാണ്. എപ്പോഴും ഇന്റർവെല്ലിലൊക്കെ പോയി നിസ്കരിക്കും, ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പൊക്കെ പോയി നിസ്കരിക്കും. അങ്ങനെയാണ്. അപ്പൊ എന്നോട് പെട്ടെന്ന് വന്ന് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പറ്റില്ലാന്ന്, അച്ഛനെ പിടിച്ചിട്ട്. പക്ഷെ ഇവൻ വിട്ടില്ല. ഇവൻ പറഞ്ഞു, നീ പറ്റില്ല എന്ന് പറഞ്ഞു, ഞാൻ ഒരു ചാൻസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവൻ പിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ആ സമയത്ത് ഞാനും കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. പിന്നെ ആളൊരു പാവൻ ചെക്കനായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ അടുത്ത ദിവസം ജോലിക്ക് പോകും, എന്നിട്ട് ക്ലാസ്സിൽ അടുത്ത ദിവസം പണിക്ക് പോകും, പിന്നെ ക്ലാസ്സിന് വന്ന് ക്ലാസ്സിന് ഇരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു സിമ്പതി ഉണ്ടായിരുന്നു എനിക്ക്. ലാസ്റ്റ് ഞാനും പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങള് റിലേഷൻഷിപ്പിലായി. വീട്ടിലൊന്നും അറിയില്ല, വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. അവന്റെ വീട്ടില് കുറച്ചൊക്കെ അറിയാം. എന്നിട്ട് ഞങ്ങളിങ്ങനെ റിലേഷൻഷിപ്പിലായ സമയത്ത് അവൻ എപ്പോഴും ഇങ്ങനെ ഇസ്ലാം മതത്തിൽ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇഷ്ടത്തിലായതിനു ശേഷമാണോ ഈ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ തുടങ്ങിയത്? അതിന് മുന്നേ? ശേഷം. അതിന് മുന്നേ പറയില്ല, മുന്നേ സംസാരിക്കാറില്ല. ഇല്ല, അതിന്റെ മുന്നേ അതിന്റെ മുമ്പ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ അതിന്റെ മുമ്പ് അവൻ അങ്ങനെ സംസാരിച്ചാൽ കിട്ടിട്ടില്ല. അതിനുശേഷം എന്നോട് ഇങ്ങനെ അതിനെപ്പറ്റി എപ്പോഴും ഇങ്ങനെ മതത്തിനെ പറ്റി പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് നമ്മളാണെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഒരുവിധം എല്ലാ ഹിന്ദു മതത്തിലുള്ള ആൾക്കാരും ഒരു സംശയം, ഈ പൊക്കി പറയുന്നതിന് 2 ഉദാഹരണം പറയോ? പൊക്കി പറയുന്നതിന് ഇപ്പൊ എന്താ പറയാ, ഞാൻ മറന്നുപോയി കുറെ. 2023 കാര്യത്തോണ്ട് എപ്പോഴും അങ്ങനെ ഞാൻ പറഞ്ഞ എന്ത് പറഞ്ഞാലും ഇസ്ലാമിനെ പറയും. ഞങ്ങളുടെ ഇസ്ലാമിലുണ്ടല്ലോ വെള്ളം അങ്ങനെ പഴക്കി കളയാൻ പാടില്ല. പിന്നെ എന്താ ഇസ്ലാമില് എന്തൊക്കെയോ കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ ചെറിയൊരു കാര്യം വന്നാൽ പോലും അവിടെ ഇസ്ലാമിൽ കൊണ്ടുപോകും. ഞാൻ ഇസ്ലാമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെറിയ കാര്യം വന്നാലും ഇസ്ലാമിൽ അതുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു മതം ഭയങ്കര സംഭവമാണ്. അങ്ങനെ വിചാരിച്ചു. അപ്പൊ അതങ്ങനെ പോയി. അങ്ങനെ പോയ സമയത്ത് എനിക്ക് ഡൗട്ടായി. അതായത് പറയുന്ന സമാധാന മതാണല്ലോ, ഈ സമാധാന മതത്തിലുള്ള ആൾക്കാരെങ്ങനെ ടെററിസ്റ്റ് ആവണത്? എന്ത് ഡൗട്ടായി? അതായത് എനിക്ക് സ്വയം സെൽഫ് ഡൗട്ട് വന്നു. കാരണം ഞാൻ എല്ലാ മതത്തിലും മണ്ടത്തരങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ആളാണല്ലോ. അപ്പൊ എന്തായാലും തീർച്ചയായും ഈ മതത്തിലും മണ്ടത്തരം ഉണ്ടായിരിക്കും. എല്ലാം പെർഫെക്റ്റ് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി അവനോട് ചോദിച്ചു. ഞാൻ ആദ്യം മല്ലു അനലിസ്റ്റിന്റെ ഒരു ചാനലില് ഇങ്ങനെ കണ്ടു, കുറെ ഈ ഉസ്താദുമാര് ഇങ്ങനെ ഭാര്യമാരെ തല്ലണം അങ്ങനത്തെ കുറെ വീഡിയോസിനെ റിയാക്ട് ചെയ്യില്ലേ, റോസ്റ്റ് ചെയ്യില്ലേ, അങ്ങനത്തെ വീഡിയോസ് കണ്ടു. അപ്പൊ ഞാൻ ഫസ്റ്റ് അങ്ങനെ കാണുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിലെന്താ ഇസ്ലാമിന്റെ ഭാര്യമാരെ തല്ലണം എന്ന് പറയുന്നത്? അങ്ങനെ അത് ഞാൻ ചോദിച്ചു. ആ പറഞ്ഞു, ഉസ്താദുമാര് കുറെ പേര് ഇങ്ങനെ ചെറുതൊക്കെ അങ്ങനെ പറയും, അങ്ങനെ എല്ലാം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ഇപ്പോഴത്തെ ആളുകളാരും അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ആളുകളൊന്നും അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെയാണ്, ആരാണ് ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചു. അങ്ങനെ ആയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് സംശയം വന്നു. ചോദിച്ചു, മുസ്ലിം അയാൾക്ക് ഒരിക്കലും ഹിന്ദുക്കളെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ എന്താ നമ്മളിങ്ങനെ കല്യാണം കഴിക്കാൻ ചെയ്യാന്?
അപ്പൊ അവൻ പറഞ്ഞു അതിനെന്താ, നിനക്ക് പ്രത്യേകിച്ച് മതമൊന്നും ഇല്ലല്ലോ, നിനക്ക് വിശ്വാസം ഇല്ലല്ലോ, നിനക്ക് മതം മാറിയ പോരെ. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രേക്കപ്പ്. അപ്പൊ ഞങ്ങൾ ബ്രേക്കപ്പ് പറഞ്ഞു. ഞാൻ ബ്രേക്കപ്പ് പറഞ്ഞു. കാരണം മതം എന്ന് പറയണത് ഞാൻ ഇപ്പൊ വിശ്വസിച്ചാലില്ലെങ്കിൽ നമ്മളുടെ ഐഡന്റിറ്റി അല്ലേ. അതായത് നമ്മളെത്ര നമ്മുടെ പേര് ഞാൻ അപ്പൊ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു. എനിക്കിപ്പോ അത് ശരിയായിട്ട് തോന്നിയില്ല. കാരണം 2023 കഴിഞ്ഞിട്ടില്ല, കഥ കഴിഞ്ഞിട്ടില്ല. അപ്പൊ 2 ദിവസം കഴിഞ്ഞു. അപ്പൊ ബ്രേക്കപ്പ് കഴിഞ്ഞപ്പോ വിചാരിച്ചു എങ്ങനെ ബ്രേക്കപ്പ് ആവില്ല. എന്നിട്ട് ഞാൻ മിണ്ടാത്തന്നിരുന്നു. അതിനൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു നീ മതം ഒന്നും മാറണ്ട, അത് ഞാൻ വെറുതെ ആ ഒരു ഇതിന് പറഞ്ഞതാണ്. നീ മതം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉമ്മയ്ക്ക് എന്തായാലും എനിക്ക് എന്റെ ഉമ്മാന്റെ സമ്മതം മാത്രം മതി. എന്താ ഈ മതം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉമ്മയ്ക്ക് വിഷമാവും, അത് മാത്രമേ എനിക്കുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് എന്താ കേരളത്തിൽ ജീവിക്കണ്ട, വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം നോക്കും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് റിലേഷൻഷിപ്പിലായി വീണ്ടും. അപ്പൊ എന്നോട് അവൻ പറഞ്ഞു, അവനൊരു പാവാണ് സത്യം പറഞ്ഞ, അവന് ഇതിന്റെ പൊള്ളത്തരങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സംഭവങ്ങള്. എനിക്ക് എന്റെ മനസ്സിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഒന്ന് പറഞ്ഞു നന്നാക്കണം. ഇന്ത്യൻ കൺസെപ്റ്റിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവ സ്വർഗം നരകം എന്നൊക്കെ വിശ്വസിക്കുമ്പോ നമുക്ക് അതൊക്കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സ്വർഗം നരകമൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കതൊക്കെ ഒരു സാധാരണ ഒരു മിത്തല്ലേ. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ട്. അപ്പൊ ഞാൻ ഇവനോട്ട് വെറുതെ ഇങ്ങനെ അടികൂടും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഞാന് അപ്പൊ ഇവൻ പറയും ഇസ്ലാം മാത്രമാണ് ശരി അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ ദിവസം പറഞ്ഞു ഇസ്ലാം ഏറ്റവും അവസാനം വന്ന മതം, അതുകൊണ്ട് അവർക്ക് മറ്റുള്ള മതങ്ങളെ കുറ്റം പറയാലോ, മറ്റുള്ള മതങ്ങളെ തെറ്റ് പറയാലോ എന്ന് പറയും. ഞാൻ ഇടയ്ക്ക് പള്ളിയിൽ പോകും. പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഇവൻ പറയും ഇത് ഞങ്ങളുടെ ഈസാ നബിയോ അങ്ങനെ എന്തോ ആണ്, എന്താ അതൊരു പ്രവാചകനാണ് അല്ലാണ്ട് ദൈവമല്ല, പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല പറയുന്നോട്. ഇതൊക്കെ പിന്നെ ഇവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഖുറാൻ വായിച്ചു കഴിഞ്ഞാല് നമ്മള് ഒരു തവണ ഞാനൊരു വട്ടം ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ ആ മതത്തിലേക്ക് വരുന്നത്. ആ വിശ്വാസം കൊണ്ടാണ് തോന്നുന്നു അവൻ എന്നോട് പറഞ്ഞ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു തവണ ഖുറാൻ വായിക്കാറുള്ളത്. അല്ല ഞാൻ ചോദിക്കണം, നിങ്ങൾ ഈ പ്രണയിക്കുന്നതിനിടയിൽ ഈ മതം അല്ലാതെ വേറൊന്നും പറയാറില്ലേ? സത്യം പറയട്ടെ, എനിക്ക് ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഈ മതമല്ലാതെ വേറെന്തെങ്കിലും നല്ലത് പറഞ്ഞത് വല്ലതും ഓർമ്മയുണ്ടോ? ഞങ്ങള് കറന്റ് പൊളിറ്റിക്സിനെ പറ്റി നന്നായിട്ട് സംസാരിക്കും. പൊളിറ്റിക്സ് ഈ പൊളിറ്റിക്സ് ആണെങ്കിൽ സംസാരിക്കും പൊതുവെ. ഞങ്ങൾ പൊളിറ്റിക്സ് അതല്ല, ഞങ്ങളെപ്പോലെ ആരെങ്കിലും ഉണ്ടോന്ന്. അതായത് ഇപ്പം മോദിക്ക് ഭയങ്കര എതിരാണ്, മോദിക്കെതിരാണ്. അപ്പൊ ഈ മോദിക്കെതിരായത് അത് കുഴപ്പമില്ല, ഞാനും മോദിക്കെതിരെ തന്നെയാണ്. പക്ഷെ അന്ന് ഏക സിവിൽ കോഡ് വന്ന സമയമാണ്. ഫസ്റ്റ് ആദ്യത്തെ സമയത്ത് ഏക സിവിൽ കോഡ് വന്നു. അപ്പൊ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ഏക സിവിൽ കോഡ് വന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് എന്താ ഈ ഏക സിവിൽ കോഡിൽ ഇങ്ങനെ 4 കല്യാണം കഴിക്കുന്നതിനൊക്കെ ബാൻ ചെയ്യുന്നുള്ളത്. പിന്നെ ഈ 2 മക്കളുണ്ടെങ്കിൽ ഇപ്പൊ ആൺകുട്ടി പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വത്ത് തുല്യത ഇല്ല. എനിക്ക് അപ്പോഴാണ് അറിയുന്നത് ഇതിൽ തുല്യത ഇല്ല എന്നുള്ള കാര്യമൊക്കെ. ഞാനപ്പോഴാണ് മനസ്സിലാക്കണത് 4 കല്യാണം കഴിക്കുള്ള മതം തന്നെയാണ്. അതെ, എന്ത് പറഞ്ഞാലും ലാസ്റ്റ് മത്തിക്ക് എത്തി പോകുന്നതാണ്, ശരിക്കും മതം സംസാരിക്കല്ല. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നത്, നിങ്ങൾ തമ്മിൽ എത്ര നാള് പ്രണയത്തിലിരുന്നു? 2023 മുതൽ 23 തൊട്ടിട്ട് 24 വരെ. 24 കഴിഞ്ഞപ്പോഴും അടി ഭയങ്കര ഹെവി ആയിട്ട് ഞങ്ങൾ ബ്രേക്കപ്പായി. എന്ത് വിഷയത്തിന്റെ പേരിൽ അടിയായത്? ഈ വിഷയത്തിന്റെ പേരിലാണ് അടിയത്. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അവന് മനസ്സിലാവില്ല. അതായത് ഇവൻ ലാസ്റ്റ് തന്നെ ഹിന്ദു തീവ്രവാദി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ആക്ച്വലി ഞാൻ ഹിന്ദു തീവ്രവാദം അല്ല പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് എന്നിട്ട് നിങ്ങൾ ഹിന്ദു തീവ്രവാദി അങ്ങനെ പറഞ്ഞത്. അതില് ഞാനാണെങ്കിൽ ഹിന്ദു മതത്തിലും മണ്ടത്തരങ്ങളാണ് എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ. പക്ഷെ അന്ന് ആ രുചിയാണ് പറഞ്ഞത് എന്താ ഹിന്ദുക്കൾ നല്ലവരാണ്, അവര് സെക്യുലറാണ്, അവർക്ക് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായാലും അവിടുന്ന് ഒരിക്കലും സെക്യുലറിസം നഷ്ടപ്പെടില്ല എന്ന് ആര്യ സാറാണ് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കേട്ടത്. അപ്പൊ ഞാൻ ഇത് അവനോട് പറഞ്ഞു. അതായത് കുറെ ഇസ്ലാം രാജ്യങ്ങളുണ്ട്, അവിടേക്ക് ഇസ്ലാം തന്നെയാണ് ലോ ഉള്ളത്. പക്ഷെ ഇന്ത്യയിൽ അഥവാ ഇനി ഹിന്ദു രാജ്യം ആയാൽ പോലും ഒരിക്കലും നമ്മൾ ഡെമോക്രസി വിട്ട് കളിക്കില്ല. അതിനുശേഷം അവനെ ഹിന്ദു തീവ്രവാദി എന്നാണ് വിളിക്കുക. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനതല്ല പറഞ്ഞത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് സാറിന്റെ ഫസ്റ്റ് ഞാൻ കണ്ടത് സാറ് ജോസഫ് മാഷിന്റെ കൈ വെട്ടേണ്ട എന്തോ ഒരു റൈറ്റിങ്സ് ഇട്ടായിരുന്നില്ല, അതിന്റെ ആയത്തോ എന്തോ സംഭവം.
അതായത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ അതും ഇങ്ങനെ പീസ്ഫുൾ മതാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പീസ്ഫുൾ മതമായിട്ടല്ലേ നിങ്ങൾ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് വെച്ചു. അപ്പൊ പറഞ്ഞു അത് എല്ലാത്തിലും കുറച്ച് തീവ്രതയുള്ള ആൾക്കാരുണ്ട്. ഹിന്ദുക്കളിലില്ലേ ബീഫ് കഴിക്കാൻ ആൾക്കാര് ബീഫ് കഴിച്ചതിന് കൊന്തോ ഇല്ലേ നോർത്തില്, അതേപോലെ ജോസഫ് മാഷ കൈവെട്ടി അതെല്ലാത്തിലും കുറച്ച് തീവ്രതയുള്ള ആളുകളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അല്ലാതെ എല്ലാരും അങ്ങനെയല്ലാന്ന് പറഞ്ഞു. അതില് എന്താ അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അത് ശരിയാണല്ലോ. പക്ഷെ അപ്പഴാണ് ഞാൻ സാറിന്റെ അത് കണ്ടത് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ അത് ചോദിച്ചു, എന്ത് ചോദിച്ചു? എന്താ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടല്ലോ ആര്യ സാറിന്റെ ഒരു വീഡിയോയില് കണ്ടല്ലോ. എന്റെ വീഡിയോ കണ്ടു എന്ന് പോയി പറഞ്ഞ? ഞാൻ പറഞ്ഞു ആര്യ സാറിന് സംഗീതം വിളിക്കാറ്. ശരി, എന്നെ അറിയപ്പോ കൂട്ടുകാരനെ? ഞാൻ പറഞ്ഞു ഈ അച്ഛനും ആരിഫൊക്കെ സംഗീതം അങ്ങനെ പറഞ്ഞു. അവസാനം പിന്നെ ഞങ്ങൾ തമ്മിൽ ഇത് തന്നെ പ്രശ്നം. ഞങ്ങൾ പഠിക്കൊന്നുമില്ല, രാത്രി മൊത്തം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഞാൻ അവന്റെ മതത്തിനെ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്. നിങ്ങള് സത്യത്തിൽ എന്താ ജോലിയാണോ പഠിക്കാണോ? ഞങ്ങൾ പഠിക്കാണ്. പഠിക്കണതിന്റെ ഇടയിലാണ് ഈ പണി? എന്തിനാ പഠിക്കണേ? അതെ, ഞങ്ങള് ശരിക്കും SSC കോച്ചിങ് ആണ്. SSC കോച്ചിങ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ പൊളിറ്റിക്സ് അത്യാവശ്യം നോക്കുമല്ലോ. അങ്ങനെയാണ് ഈ പൊളിറ്റിക്സിൽ നോക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് നമ്മളെല്ലാം ഇപ്പൊ നമുക്ക് സെന്ററിന്റെ സ്കീംസ് ഒക്കെ പഠിക്കാനുണ്ട്, പിന്നെ നമ്മളെല്ലാ പൊളിറ്റിക്സും നോക്കും. അതുകൊണ്ടാണ് നമ്മളിതിൽ എത്ര പൊളിറ്റിക്സ് വരുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പൊളിറ്റിക്സാ സംസാരിക്കുക, എല്ലാരും കൂടി പറ്റി ക്ലാസ്സിലെല്ലാരും. അപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്. അവസാനം നമ്മളിപ്പോ എവിടെ എത്തി? മറ്റേ കൈവെട്ട് എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ സാറിന്റെ വീഡിയോ മാത്രല്ല, ആ സമയത്ത് ഒരു ഇംഗ്ലീഷ് ചാനൽ ഉണ്ടായിരുന്നു, അതിലിങ്ങനെ ഖുറാൻ കാർട്ടൂൺ പോലെ കാണിക്കും. അതും കണ്ടിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ എന്താ നബി അസ്ലി, അത് സംഭവം തന്നെ നബി അസ്ലി. ആ ചാനൽ ഞാൻ കാണുമായിരുന്നു, പിന്നെ കാർട്ടൂൺ പോലെ കാണിക്കുന്നത്. അപ്പൊ ഇവന് എന്ത് പറഞ്ഞാലും ഞാൻ ആ ചാനലിൽ നോക്കുമ്പോ അതിൽ ഇത് കറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇവന് അത് കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരുമ്പോ ഞാൻ പിടിച്ചു പറയുമ്പോ ലാസ്റ്റ് ഇവൻ കഷ്ടപ്പെട്ടു. പിന്നെ അതിന്റെ ഇടയിൽ ഇവൻ മദ്രസയിലെ അതായത് ആ സമയത്ത് ഇവൻ മദ്രസയിലെ ഉസ്താദന്മാര് ചിലപ്പോ കുട്ടികളെ പീഡിപ്പിക്കില്ലേ, അത് ഇവൻ അറിയില്ല. ഇല്ല, കേട്ടിട്ടേ ഇല്ല. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു, എന്നോട് പറഞ്ഞു നമുക്ക് കുട്ടികൾ ജനിച്ചാലും നമുക്ക് ഞാൻ പറഞ്ഞു മതമൊന്നും പറ്റില്ല. അപ്പൊ ഒന്ന് സമ്മതിച്ചു, മതമൊന്നും പറ്റില്ല, പക്ഷെ ഇസ്ലാം പറഞ്ഞു കൊടുക്കണം, അതിന്റെ കടമയാണ് പറഞ്ഞു. മതമൊന്നും പറ്റില്ല പക്ഷെ ഇസ്ലാം പറയുന്നു. അതായത് അത് ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ അവന്റെ കടമയാണെന്ന് പോലും. അതായത് ജനിക്കുന്ന കുട്ടിക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് അച്ഛന്റെ കടമയാണ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മദ്രസയ്ക്ക് വിടാൻ പറ്റില്ല. അപ്പൊ എനിക്ക് അതെന്താണ്? ഞാൻ പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറെ പീഡന വാർത്തകൾ കാണാറുണ്ട്. അപ്പൊ അവൻ എന്നെ വെല്ലുവിളിച്ചു, അങ്ങനെയാണെങ്കിൽ 2 പീഡന വാർത്തകൾ കാണിച്ചതാണ്. എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് പിറ്റേ ദിവസം ഒരു പീഡന വാർത്ത വന്നു. അതില് രണ്ട് ഉസ്താദന്മാരാണ് അന്ന് പിടിയിലായത്. അത് കഴിഞ്ഞിട്ട് ആ ആഴ്ച കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച ഒരു ന്യൂസും കൂടെ വന്നു. അപ്പൊ ടോട്ടല് 2 ആഴ്ചക്കകത്ത് 4 ഉസ്താദന്മാരകത്തായി. അപ്പൊ ഞാനത് അവർ പറഞ്ഞ് കാണിച്ചു കൊടുത്തു, നോക്ക് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ അവസാനം ഇത് സമ്മതിച്ചു. അങ്ങനെയല്ല സമ്മതിച്ചത്, അങ്ങനെയല്ല മതത്തിൽ ചില തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്. അങ്ങനെ അവന് അവസാനം അവനെ വിഷമായി. എനിക്ക് അവനെ വിഷമിപ്പിക്കാനും വയ്യ. അപ്പൊ മതത്തിൽ ഒരുപാട് തെറ്റും കുറ്റങ്ങളും ഉണ്ട്, പക്ഷെ ഇത് ദൈവം മാറ്റി എഴുതുന്നതാണ്, അതുകൊണ്ട് നമ്മളൊക്കെ പാലിക്കാനേ പറ്റുള്ളൂ, വേറൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് പാവം തോന്നി. അങ്ങനെ ഇനി കുറെ ഉണ്ട്, ഞാൻ മറന്നുപോയി കുറെ കാര്യങ്ങൾ. എന്നും അടിയല്ലേ, അതുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയാണ്ട് ഞാൻ കുറെ മറന്നു. പിന്നെ ഇപ്പൊ വിളിക്കുന്ന ടെൻഷനിൽ ഞാൻ കുറെ മറന്നുപോയി. എന്നിട്ട് എങ്ങനെ അടിച്ചു പിരിഞ്ഞത്? എന്റെ പങ്ക് എന്താന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. അതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ അവനിൽ എന്റെ അടുത്ത് ഏറ്റവും സാറിന് പങ്കൊന്നുമില്ല, സാറ് കാരണം എനിക്ക് ഇതൊക്കെ തിരിച്ചു പറയാൻ പറ്റിയതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതില് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ആദ്യം എല്ലാ മതങ്ങളും ഒരേപോലെ കാണുന്ന ആളായിരുന്നു. ഞാൻ ഇവനോട് സംസാരിച്ച് ഞാൻ എല്ലാം ഈ BJP-ക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ എനിക്ക് തോന്നി ഹിന്ദുമതൊക്കെ എത്ര നല്ല മതം, നമ്മൾ ആരും ഒന്നെങ്കിൽ
ഇങ്ങനെ ഇത് ചെയ്യണം അത് ചെയ്യണം പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ. എനിക്കപ്പോഴാണ് ഇതെന്ത് നല്ലതാന്നുള്ളൊരു സാധനം വന്നത്, ഒരു തിരിച്ചറിവ് വന്നത്. അമ്പലത്തിൽ പോലും പ്രശ്നമില്ല, ഞാൻ അവിടെ എത്തിച്ചാണ് അച്ഛനോട് പറഞ്ഞു നോ പ്രോബ്ലം. അച്ഛൻ പറഞ്ഞു അച്ഛനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നാലും അതങ്ങനെ വലിയ പ്രശ്നമില്ല. പക്ഷെ നേരത്തെ അവൻ വീട്ടിലിങ്ങനെ അപ്പൊ ഇന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഓരോന്ന് കിട്ടിയിട്ട് ഇവൻ വീട്ടിൽ പോയിട്ട് എന്തേലൊക്കെ, വീട്ടിൽ ഭയങ്കര മതമുള്ള ഫാമിലിയ, അപ്പൊ വീട്ടിൽ പോയിട്ട് ഇവൻ എന്തേലൊക്കെ പറയും. അതായത് വീട്ടിൽ ഭയങ്കര മതാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വിവരമൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് ഇവൻ തർക്കിക്കും. കുറച്ചൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും തർക്കിക്കില്ല, ഒരു തുള്ളിയൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ. അപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ വീട്ടിലൊക്കെ പർദ്ദട്ട് നടക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞത്. ഇപ്പൊ എന്നോടാണ് അങ്ങനെ പറയുന്നത്, ഞാൻ പറയും പർദ്ദട്ടവരൊക്കെ ഇപ്പൊ നല്ലവരാണോ, പർദ്ദടാത്തവരൊന്നും എന്താ മണ്ടന്മാരാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിനകത്തൊക്കെ വീട്ടിൽ പോയി പറയും. അപ്പൊ അമ്മ പറയും എന്റെ കൂട്ട് കിട്ടാൻ നശിപ്പിക്കും എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഏതായാലും 2024 എന്താണ് ആ മൂത്താടി? മൂത്താടി അങ്ങനെയല്ല, അവന് ലാസ്റ്റ് എന്റെ എത്തിസ്റ്റ് എന്നുള്ള ഒരു ഗുണം പോയിട്ട് പിന്നെ നമശിവായി പറയാൻ തുടങ്ങി. ആര്? ഞാന് വിശ്വാസിയായി. ഇപ്പൊ വിശ്വാസിയാണ് ഞാന്. അങ്ങനെയല്ല, അങ്ങനെ ഭയങ്കര അത് അവനെ ചീച്ചത് വേറെ ഏതോ ഒരു എത്തിച്ച പെൺകുട്ടിയായിട്ട്. പിന്നെ ഞങ്ങൾ മൊത്തം അടിയല്ലേ, അടിയോ അടി. അവൻ ചീറ്റ് ചെയ്തു, എന്നെ ചീറ്റ് ചെയ്തു. വേറെ ആളെ ഇതേപോലെ മതം മാറ്റാൻ വേണ്ടി നോക്കി. മതം മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ ആ പെൺകുട്ടികൾ എത്തിസ്റ്റ് കുട്ടിയാണ്. അങ്ങനെ അപ്പൊ അവര് തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു, പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞത് നമ്മൾ തമ്മിൽ അടിയൊക്കെ ഇവര് കാണുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞ അവിടെ ഒരു സമാധാനം, ഞങ്ങൾ നമ്മള് എപ്പോഴും അടിയാണ് പറഞ്ഞിട്ട് അവളങ്ങനെ സമാധാനിപ്പിച്ചാൽ അങ്ങനെ. പക്ഷെ ഞാൻ അടിണ്ടാവാനുള്ള കാരണം, അടിണ്ടാവാൻ എനിക്ക് വിവരം ഉണ്ടാവാനുള്ള കാരണം ആണല്ലോ. എന്നിട്ട് ഞാൻ എനിക്ക് സാറിന് കാണുന്ന വിളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പൊ വിളിച്ചു. പക്ഷെ അന്ന് ഞാന് സാറൊരു തവണ കോഴിക്കോട് വന്നിരുന്നില്ലേ എന്നറിയോ, എപ്പോൾ അറിയോ, കോഴിക്കോട് ഒരു അമ്പലം ഉണ്ടല്ലോ, ഏതാ, താളി ക്ഷേത്രം, അതിന്റെ അപ്പുറത്ത് അതിന്റെ അവിടെ ടൗൺ ഹാളിൽ സാർ വന്നിരുന്നില്ലേ. ആ സമയത്ത് ഞാൻ കാണണം വിചാരിച്ചിരുന്നു, പക്ഷെ കാണാൻ പറ്റില്ല. അപ്പൊ ഇനി വരുമ്പോ കാണാം. അവിടെ വരുമ്പോ ഈ വരുന്ന ജൂലൈ 19 അവിടെ കോയാക്കോളിങ് വാർഷിക ഉണ്ട്, അന്ന് പോരെ? ജൂലൈ 19 300 രൂപ രജിസ്ട്രേഷൻ ഫീ. 300 രൂപ. ഇപ്പൊ എന്താ പഠിക്കണം? എനിക്ക് കിട്ടിയിട്ടില്ല, ഇങ്ങനെ കിട്ടാൻ. SSB അല്ലേ? SSB കോച്ചിങ്. അപ്പൊ എന്തായാലും നടക്കട്ടെ. അപ്പൊ ഒരു കയ്യടി ഞാൻ തരുവാണ്, ഈ കുടുക്കിൽ നിന്നും രക്ഷപ്പെട്ടു എന്നറിയുന്നത്. സാറിനോട് ഭയങ്കര താങ്ക് ഉണ്ട്. ഇതിപ്പോ അവന്റെ ഒരു ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവാനുള്ള കാരണം ഇങ്ങനെ അടിയായതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ അടിയാവാനുള്ള കാരണം എനിക്ക് സാറിന്റെ അടുത്ത് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടിയതുകൊണ്ട് മാത്രമാണ്. ശരി, അതിലവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതിലവന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ശരിക്കും അവനെ തോപ്പിച്ചത് ഉസ്താദുമാരല്ലേ, മറ്റേ 4 പേര് പീഡനം. അത് സത്യമാണ്. പിന്നെ ഞാൻ മറ്റേ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, പുറത്തൊന്നും ഇവൻ മതം കാണിക്കുകയില്ല, പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ എത്തിയിട്ടാണെന്ന് തോന്നുള്ളൂ. നമ്മള് ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ നല്ലോണം സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ, എന്നോട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ മതമൊക്കെ പറയാം, വേറെ ഫ്രണ്ട്സിനോടൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു നല്ല അത്യാവശ്യം ഇങ്ങനെ അവൻ ചീറ്റ് ചെയ്ത് ഒരു റിലേഷൻഷിപ്പിലായി. പക്ഷെ എനിക്ക് അപ്പത്തേനും അതൊക്കെ പോയി. അപ്പൊ ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു ഇവൻ കുറച്ച് മതങ്ങളാവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ശ്രദ്ധിച്ചോന്ന് പറഞ്ഞു. നീ ശ്രദ്ധിച്ചോ? ഇവൻ